നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം, ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം, ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസനാ പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജം ഭുവനസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഹരി ഓം ഭഗവാനേ വിഘ്നേശ്വര. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. സൂര്യ ചന്ദ്ര സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വ്യതിപത യോഗം ഏതാഗ്രഹവും ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു യോഗമാണിത്. സൂര്യനും ചന്ദ്രനുമാണ് സംയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് പ്രപഞ്ചത്തിൻ്റേതായിരിക്കുന്ന ഏറ്റവും പരിപൂർണമായിരിക്കുന്ന ശക്തിയോഗങ്ങളായി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗത്തിലുണ്ടാകുന്ന പ്രതിപദയോഗം വളരെ വളരെ സൗഭാഗ്യജനകമാണ്. അതായത് 3 രാശിക്കാർക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സൗഭാഗ്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. വ്യതിപത യോഗം എന്ന് പറയുന്നത് അത്ര പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല. ഏകദേശം 80 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വ്യതിപത യോഗം ഈ 3 രാശിക്കാരെ അനുഗ്രഹിക്കുന്നത്. വ്യതിപത യോഗം കൂടെ നടക്കുന്നതാണ് എങ്കിലും ഈ 3 രാശിക്കാർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് 80 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ വളരെ പ്രയോജനകരമായ സമ്പത്തും അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നുപോലെ വർദ്ധിക്കുന്ന 3 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. വ്യതിപത യോഗത്തിലൂടെ സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ വളരെ വളരെ ശക്തിദായകവും വളരെ അർത്ഥവത്തുമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ പറയാൻ പോകുന്ന ഈ 3 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുടനീളം എന്നുവരെ ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർ പ്രപഞ്ച വ്യവസ്ഥയിൽ ജീവിക്കുന്നുവോ ആ ജീവിതകാലം അത്രയും സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹമായിരുന്നിരിക്കാം ഒരുപക്ഷെ ഈ വ്യതിപത യോഗത്തിലൂടെ അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ വലിയ വിജയം നേടുവാൻ പോവുകയാണ് 3 രാശിക്കാർ. 80 വർഷങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ ഈ 3 രാശിക്കാർക്ക് വ്യതിപത യോഗം അനുഭവവേദ്യമാകുന്നത്. അതായത് നവംബറിൻ്റെ ആദ്യ ആഴ്ച മുതൽ തുടങ്ങുന്ന ഈ ഭാഗ്യം 6 മാസക്കാലത്തോളം ചിലപ്പോൾ നിലനിൽക്കും, അല്ലെങ്കിൽ 9 മാസക്കാലത്തോളം അല്ലെങ്കിൽ 9 മാസക്കാലത്തോളം ചിലപ്പോൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 6 മാസവും 9 മാസവും അല്ല ഇതിൻ്റെ പ്രത്യേകത. വ്യതിപത യോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതകാലം അത്രയും സൗഭാഗ്യം അനുഭവിക്കുവാൻ വിധിക്കുന്ന തരത്തിലേക്ക് ഈ 3 രാശിക്കാർ മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെ രാശിക്കാർക്കാണ് വ്യതിപത യോഗം വന്നു ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവക്കൂർ. ഇടവം രാശിക്കാർക്ക് വ്യതിപത യോഗം പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് നൽകാൻ പോകുന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പല സംരംഭങ്ങളും പൂർത്തീകരിക്കാൻ ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് കഴിയും എന്നുള്ളതാണ്.
വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഇടവം രാശിക്കാർക്ക് തടസ്സമില്ലാതെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പുതിയ പാഠ്യ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സാങ്കേതികപരമായി വളരുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള എല്ലാ വഴികളും തുറക്കുകയാണ് ഇവിടെ വ്യതിപദയോഗത്തിലൂടെ ഉണ്ടാകുന്നത്. ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്ക് അതിനുള്ള പൂർണ്ണ വഴി തെളിയാൻ പോവുകയാണ്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ജോലിയില്ല, അല്ലെങ്കിൽ സമ്പത്ത് നല്ല തരത്തിൽ ലഭിക്കുന്നില്ല എന്ന പരാതിയൊക്കെ നിലനിൽക്കുന്ന അവസരത്തിൽ ഈ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യതിപദ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തേക്ക് പോകുന്നത്. അങ്ങനെ ചെല്ലുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു കാരണവശാലും നല്ലതല്ലാത്തൊരു ജോലി ലഭിക്കില്ല. ഏറ്റവും അനുകൂലമായിരിക്കുന്ന നല്ല സാലറിയോട് കൂടി തന്നെ ചെയ്യാൻ കഴിയുന്ന ജോലിയിൽ അവർക്ക് പ്രവേശിക്കുവാൻ കഴിയും. അതാണ് ആദ്യമായി എടുത്തു പറയാനുള്ളത്. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് തീർച്ചയായിട്ടും പ്രമോഷൻ സാധ്യതയുണ്ടാകുന്നു. അതുപോലെ തന്നെ വീടിന് അടുത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. അധ്യാപകർ, അതുപോലെ തന്നെ യൂണിഫോമിലുള്ള പോലീസുകാർ, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ ജോലിക്കാർക്ക് പ്രത്യേകമായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശംസയും അവാർഡുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഇടവം രാശിയിലെ നക്ഷത്ര ജാതർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും വന്നുചേരാൻ പോവുകയാണ്. വൈവാഹിക ജീവിതം മുടങ്ങിക്കിടക്കുന്ന ഇടവം രാശിക്കാർക്ക് മുടക്കമൊക്കെ അത് ഒഴിഞ്ഞുപോയി വിവാഹം നടക്കുവാനുള്ള സന്ദർഭങ്ങൾ അനുകൂലമായി വന്നുചേരുകയാണ്. തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിലിന് യാതൊരുവിധ തടസ്സവും കൂടാതെ ഈ വർഷം തീരുന്നതിന് മുമ്പ് അവരുടെ കൈകളിൽ തൊഴിലെത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം വന്നു ചേരുകയാണ്. ഋണമോചകം എന്ന് പറയുന്ന അവസ്ഥ ഇവരെ തേടിയെത്തുമെന്ന് പറഞ്ഞാൽ കടബാധ്യതകളിൽ നിന്ന് ഒഴിയാനുള്ള ഭാഗ്യം ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്ന സർവ്വ സൗഭാഗ്യമാണ് ഈ പറയുന്ന വ്യതിപദയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ പല രോഗാവസ്ഥകളിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷ നേടൽ ഉറപ്പായും ഉണ്ടാകും എന്നുള്ളതും പറയാതിരിക്കാൻ നിർവാഹമില്ല. കഠിനമായി അധ്വാനിക്കുന്ന എന്തിൻ്റെയും ഫലം വളരെ അനുഭവ യോഗ്യമാകുന്നതിനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇടവം രാശിക്കാർ തൊടുന്നതെന്തും സൗഭാഗ്യദായകമായ ജീവൻ സമൃദ്ധിക്ക് വേണ്ടിയുള്ളതായി മാറും. അതിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും അതുപോലെ തന്നെ ആരോഗ്യപരമായും സമ്പത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥാപരമായും ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇടവം രാശിക്കാരിലേക്ക് വ്യതിപദയോഗത്തിലൂടെ എത്തിച്ചേരുന്നത്. 6 മാസം നിലനിൽക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 മാസം വേണമെങ്കിൽ ഈ രാശിക്കാർക്ക് അതിൻ്റെ ഭാഗ്യം വന്നു ചേരാം. അതല്ല ജീവിത അവസാനം വരെയും ഇതിൻ്റേതായിരിക്കുന്ന ഭാഗ്യങ്ങൾ ഉണ്ടായി നിറഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യമുണ്ടാകാം. അതാണ് ഈ വ്യതിപദ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രപഞ്ച മണ്ഡലത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി ഉണ്ടാകുന്ന വ്യതിപദ യോഗത്തിലൂടെ സർവഭാഗ്യവാന്മാരാകാൻ പോകുന്ന രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത്. അടുത്തത് തുലാം രാശിയാണ്. വ്യതിപദ യോഗം വന്നു ചേരാൻ കഴിയുന്ന രാശി തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ സമയം വ്യതിപദ യോഗത്തിലൂടെ സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കുവാൻ കഴിയും. കിട്ടാതെ കിടക്കുന്ന വലിയ തുകകൾ തീർച്ചയായിട്ടും തുലാം രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും. സമ്പത്തിൻ്റേതായിരിക്കുന്ന ഒരു ഉണർവ് തുലാം രാശിക്കാർക്ക് വ്യതിപദ യോഗത്തിലൂടെ ലഭിക്കും. അതുപോലെ നാൽക്കാലികളെ വളർത്തൽ,
അതിൻ്റെ ഫാമൊക്കെ നടത്തുന്ന തുലാം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആ നാൽക്കാലികളിലൂടെ ഇപ്പോൾ നിലനിൽക്കുന്ന നാൽക്കാലികളുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. അതിലൂടെ ഉണ്ടാകുന്ന ബിസിനസ്സുകൾക്ക് വമ്പൻ മാറ്റമുണ്ടാകും, ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതിൻ്റെ പോർഷൻസുകൾ വ്യാപിപ്പിക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും ഒരുപാട് തരത്തിലേക്ക് ആ മേഖല വളർത്തിയെടുക്കുവാൻ കഴിയും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പോവുകയാണ് തുലാം രാശിക്കാർ. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും. തുലാം രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനത്തിന് സാധ്യത തെളിയുന്നു. യുവാക്കൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ആഗ്രഹിച്ച തൊഴിൽ മേഖലകളിലേക്ക് എത്തിച്ചേരാനുള്ള സൗഭാഗ്യവും വ്യതിപത യോഗത്തിലൂടെ ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യത്തുകകളൊക്കെ കൈവശം വന്നു ചേരാനുള്ള ഭാഗ്യം വ്യതിപത യോഗത്തിലൂടെ തുലാം രാശിക്കാരിൽ എത്തിച്ചേരുന്നു. തുലാം രാശിയിലുള്ള നക്ഷത്രജാതരായിരിക്കുന്ന ഭാഗ്യവാന്മാർക്ക് വ്യതിപത യോഗത്തിലൂടെ ചിന്തിക്കുന്നത് പോലും ഭാഗ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. തൊടുന്നതും ചിന്തിക്കുന്നതും എല്ലാം സർവ്വ സൗഭാഗ്യദായകമായി മാറുന്ന വ്യവസ്ഥിതിയാണ് വ്യതിപത യോഗത്തിലൂടെ വന്നു ചേരുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിൽ രോഗദുരിതമായിരിക്കുന്ന അവസ്ഥകളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകും. അതുപോലെ തന്നെ കടബാധ്യതകൾ മാറും. ഉന്നതമായ നിലവാരത്തിലേക്ക് ജീവൽ വ്യവസ്ഥകൾ ഉയരും. ആരോഗ്യപരമായിരിക്കുന്ന വ്യവസ്ഥയിൽ ദുഃഖദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായ രക്ഷപ്പെടലാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും മാറ്റപ്പെടാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്ന അസുഖങ്ങൾക്ക് പോലും വ്യതിപത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാകും. മഹേശ്വര സന്നിധിയിലേക്കും കാളി സന്നിധിയിലേക്കും പോയി പ്രാർത്ഥനകളും പൂജകളും ചെയ്യാൻ പ്രത്യേകം തുലാം രാശിക്കാർ ശ്രമിക്കണം. ഇരട്ടി അനുഭവങ്ങളും ഇരട്ടി സൗഭാഗ്യങ്ങളുമായിട്ട് ഇത് അനുഗ്രഹവേദ്യമാകും. അപ്പോൾ തീർച്ചയായിട്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വിദേശ യാത്രാപരമായും അതുപോലെ സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഏറെ നല്ല കാലത്തേക്ക് വന്നു ചേരുന്നതാണ് ഈ വ്യതിപത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കുണ്ടാകുന്ന ഭാഗ്യം. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് അടുത്തത്. മകരം രാശിക്കാർക്ക് വ്യതിപത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരാൻ പോകുന്നത് മറഞ്ഞു കിടക്കുന്ന ഭാഗ്യങ്ങളെല്ലാം തന്നെ അവരിലേക്ക് വരാൻ പോവുകയാണ്. പലപ്പോഴും ജാതകങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലാക്കപ്പെടുമ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സർവ്വ സൗഭാഗ്യങ്ങൾ മകരം രാശിക്കാർക്ക് ഇനി അനുഭവിക്കുവാൻ കഴിയും. അവരിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ തടസ്സം ഏതുമില്ലാതെ ആ രാശിക്കാരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതിലൂടെ സൗഭാഗ്യദായകമായ ജീവിത വ്യവസ്ഥകൾ ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ തലമായി ഉയരുവാൻ കഴിയും. അതുപോലെ തൊഴിൽ അന്വേഷകരായിരിക്കുന്ന യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. ആദ്യമൊക്കെ അവർക്ക് ലഭിക്കുന്ന തൊഴിൽ അവരാഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ളതല്ല എങ്കിലും പിന്നീട് തൊഴിൽ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരാഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് പോകുവാൻ കഴിയും. ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്തിച്ചേരുവാനും കഴിയും. അതുപോലെ ആത്മീയമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഊർജ്ജസ്വലതയുണ്ടാകും എന്ന് പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനായിട്ട് നല്ല അവസരങ്ങൾ കണ്ടെത്താൻ മകരം രാശിക്കാർക്ക് കഴിയും. അത് അവരുടെ ജീവിതത്തെ വളരെയേറെ പുരോഗമിപ്പിക്കുമെന്ന് പറയാതെ ഇരിക്കുവാൻ നിർവാഹമില്ല. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. അതുപോലെ കിട്ടാതെ കിടക്കുന്ന ധനപരമായ വ്യവസ്ഥകളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ ലോണ്, ചിട്ടി തുടങ്ങിയവ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ കൈവശം എത്തിച്ചേരുക തന്നെ ചെയ്യും. സർവ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷക്കാലമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്.
ആത്മീയപരമായിട്ടുള്ള വലിയ ഉയർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്നൊരു വർഷമാകും ഇത്. കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലും രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിക്കുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജസ്വലമായി നേതൃത്വ നിലവാരത്തിലേക്ക് ഉയരുവാൻ തീർച്ചയായും കഴിയും. വ്യതിപത യോഗം എന്ന് പറയുന്നത് അത്രയേറെ ശക്തമാണ്. സൂര്യ ചന്ദ്ര സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വ്യതിപത യോഗത്തിലൂടെ മകരം രാശിക്കാർക്ക് സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥകളാണ് സംജാതമാകാൻ പോകുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന അവസ്ഥയാണ് മകരം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും, വിദേശ കാര്യങ്ങളിലാണെങ്കിലും, യാത്രയുടെ കാര്യത്തിലാണെങ്കിലും, വൈവാഹിക കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങളാണ് മകരം രാശിക്കാർക്ക് വ്യതിപത യോഗത്തിലൂടെ എത്തിച്ചേരാൻ കഴിയുന്നത്. തീർച്ചയായും ഈ 3 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യതിപത യോഗത്തിലൂടെ ചക്രവർത്തി വ്യവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയും. പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ, സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ, വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ, അതുപോലെ ആഗ്രഹിക്കുന്നതെന്തും ഇച്ഛിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ കൈവശം വന്നു ചേരാനുള്ള സർവ്വ സൗഭാഗ്യമാണ് വ്യതിപത യോഗത്തിലൂടെ ഉണ്ടാകുന്നത്. എല്ലാ നന്മകളും ഈ 3 രാശിക്കാരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, തീർച്ചയായും എല്ലാ നന്മകളും ഈ 3 രാശിക്കാരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.